അട്ടിമറി ആരോപണത്തിൽ രാഷ്ട്രീയ പോര് തുടരുന്നതിനിടെ നിയമ നടപടിക്കൊരുങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. US ഹാക്കർക്കെതിരെ കമ്മീഷൻ ഡൽഹി പോലീസിൽ പരാതി നൽകി. ആരോപണം കോൺഗ്രസിന്റെ രാഷ്ട്രീയ നാടകമാണെന്ന് BJP കുറ്റപ്പെടുത്തി. വ്യക്തിപരമായ നിലയിലാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തതെന്ന് കപിൽ സിബൽ പറഞ്ഞു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടന്നുവെന്നായിരുന്നു അമേരിക്കൻ ഹാക്കറുടെ വെളിപ്പെടുത്തൽ. ഹാക്കത്തോൺ വന്ന സാഹചര്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹി പോലീസിൽ പരാതി നൽകിയത്. ഹാക്കറുടെ മൊഴി രേഖപ്പെടുത്തണമെന്നും കമ്മീഷൻ പരാതിയിൽ പറയുന്നു. ഹാക്കത്തോൺ വെളിപ്പെടുത്തൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നാടകമാണെന്ന് BJP ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ കപിൽ സിബൽ പങ്കെടുത്തത് എങ്ങനെയെന്ന് രവിശങ്കർ പ്രസാദ് ചോദിച്ചു. The hackathon organized in London was a political stunt at the behest of the Congress party. വ്യക്തിപരമായ നിലയിലാണ് താൻ ലണ്ടനിലെ വാർത്താസമ്മേളനത്തിന് എത്തിയതെന്ന് കപിൽ സിബൽ വിശദീകരിച്ചു. വ്യക്തികൾക്കോ പാർട്ടികൾക്കോ എതിരല്ല വെളിപ്പെടുത്തൽ. ജനാധിപത്യത്തിന്റെ സുതാര്യതയാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. No, he has not said that. He has clarified it. No, it's not. He has said that, look, I sent invitations to including the Congress. And I am happy that Sibal is here. Not that I am here on behalf of the Congress. Mr. Sibal is here. ഹാക്കറുടെ ആരോപണം ഗുരുതരമെന്ന് പ്രതികരിച്ച കോൺഗ്രസ് വക്താവ് മനു അഭിഷേക് സിംഗ്വി അന്വേഷണം നടത്താതെ ആരോപണത്തെ പിന്തുണയ്ക്കാനോ തള്ളിക്കളയാനോ കഴിയില്ലെന്ന് പറഞ്ഞു. UPA ഭരണകാലത്ത് നിർമ്മിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുമായി കൂട്ടുകൂടി എന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ആരോപണമാണെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ചുള്ള ആരോപണം ഗുരുതരമാണെന്നും ബാലറ്റ് പേപ്പറിലേക്കുള്ള മടക്കമാണ് പരിഹാരമെന്നും മമതാ ബാനർജി പ്രതികരിച്ചു. സാങ്കേതിക രംഗത്ത് ഒന്നാമതുള്ള ജപ്പാനിൽ പോലും ബാലറ്റ് പേപ്പറാണ് ഉപയോഗിക്കുന്നതെന്ന് അഖിലേഷ് യാദവ് പ്രതികരിച്ചു. ഗോപിനാഥ് മുണ്ടയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്ന് കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടു. റോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് NCP നേതാവും മുണ്ടയുടെ മരുമകനുമായ ധനഞ്ജയ് മുണ്ടെ ആവശ്യപ്പെട്ടു. KP അഭിലാഷ്, News 18, ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയെയും പിന്തുണയ്ക്കില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കേന്ദ്രത്തിൽ മോദി അധികാരത്തിൽ തുടരും. കേരളത്തിലെ UDFന് സർവനാശമുണ്ടാകും. ഒരു രാജാവും ചങ്ങനാശ്ശേരിക്കാരനും തന്ത്രിയും ഉൾപ്പെടുന്ന സവർണ ലോബിയാണ് ക്ഷേത്രകാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പോഴും ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ പട്ടികജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ വേണ്ടത്ര പ്രാതിനിധ്യമോ പരിഗണനയോ അവകാശമോ തരുന്നുണ്ടോ? അപ്പോൾ അവിടെ വരുമ്പോൾ ഞങ്ങളൊന്നും ഹിന്ദുക്കളല്ല, ജന്തുക്കളാണ്. ക്ഷേത്രകാര്യങ്ങൾ തീരുമാനിക്കുന്നത് സവർണ ലോബിയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ടത്. അയ്യപ്പനും താക്കോലുമൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രമാണെന്ന് വരുത്തി തീർക്കുന്നു. ഒരു രാജാവ്, ഒരു ചങ്ങനാശ്ശേരി തന്ത്രി, ഈ 3 പേരും കൂടെ തീരുമാനിച്ചത്. സമൂഹത്തിൽ ഇപ്പോഴും ചാതുർവർണ്ണ്യം നിലനിൽക്കുന്നു. ശബരിമലയെ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ശ്രമത്തിന്റെ അവസാന ഘട്ടമാണ് പുത്തരിക്കണ്ടത്ത് കണ്ടത്. സെൻകുമാറിനെ മുൻനിർത്തി ഈഴവ പ്രാതിനിധ്യമുണ്ടെന്ന് പറയുന്നത് തെറ്റാണ്. അതിനൊരു സെൻകുമാറിനെ കാണിച്ച് ഈഴവന്റെ എല്ലാം പ്രാതിനിധ്യവും, അതിൽ ബാബുവിനെ കാണിച്ച് ഇവിടുത്തെ പട്ടികജാതിക്കാരൻ്റെ എല്ലാം പ്രാതിനിധ്യവും ഉണ്ടെന്ന് കാണിക്കുന്ന കൗശല ബുദ്ധി പ്രയോഗിച്ചിട്ട് കാര്യമില്ല. വനിതാമതിലിന്റെ പിറ്റേ ദിവസത്തെ സ്ത്രീ പ്രവേശനം പിണറായി വിജയന്റെ ബുദ്ധിയല്ല. തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ മോദി ഭരണം തുടരും. കേരളത്തിൽ UDFന് സർവനാശം സംഭവിക്കും. ഇന്ത്യയിൽ BJP തന്നെ വരും. കാരണം മോദിക്ക് അതിൻ്റെതായ ഒരു പ്രസക്തിയുണ്ട്. മോദിയുടെ പ്രസക്തി ചെറുതായി കണ്ടിട്ട് കാര്യമില്ല. പക്ഷേ ഈ എതിരായ ആളുകൾ അഥവാ ജയിച്ചാൽ തന്നെയും ആര് പ്രധാനമന്ത്രി, എല്ലാവരും പ്രധാനമന്ത്രി മോഹികളായിട്ടാണ് നിൽക്കുന്നത്. ഒരാളല്ല, ഒരാളാക്കിയില്ലെങ്കിൽ അടുത്ത ആൾ ചാടും. ചാടിയാൽ അതിനെ മോദി പിക്കപ്പ് ചെയ്യും. ഉള്ളത് പറഞ്ഞാൽ സർവനാശം സംഭവിക്കാൻ പോണ UDFനാണ്. NSSന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. News 18, കൊല്ലം. കോൺഗ്രസ് സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക ഫെബ്രുവരി 20 മുൻപ് സമർപ്പിക്കാൻ PCC അധ്യക്ഷന്മാർക്ക് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം. ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് 3 സ്ഥാനാർത്ഥികളുടെ പേരുകൾ സമർപ്പിക്കണം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള PCC ACC കമ്മിറ്റികൾ ഉടൻ പ്രഖ്യാപിക്കും. പതിവ് കാലതാമസം ഒഴിവാക്കി ഇക്കുറി നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നീക്കം. കേരളത്തിലേതടക്കം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക ഫെബ്രുവരി 20 സമർപ്പിക്കാനാണ് PCC അധ്യക്ഷന്മാർക്ക് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫെബ്രുവരി 20 സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് 3 സ്ഥാനാർത്ഥികളുടെ പേരുകൾ നിർദ്ദേശിക്കണം. ഫെബ്രുവരി 3 തുടങ്ങുന്ന മുല്ലപ്പള്ളിയുടെ തിരഞ്ഞെടുപ്പ് യാത്രയ്ക്കിടെ തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന് ഓരോ മണ്ഡലത്തിലെയും സാധ്യതാ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചേക്കും.
സിറ്റിംഗ് എംപിമാർക്ക് അവരുടെ മണ്ഡലങ്ങളിൽ തന്നെ ടിക്കറ്റ് നൽകും. മണ്ഡലമാറ്റത്തിന് ചിലർ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഇത് അനുവദിക്കില്ല. 2 MLAമാരെ മത്സരരംഗത്ത് ഇറക്കിയേക്കും. AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന് സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടേതാകും. ഫെബ്രുവരി ആദ്യവാരം രാഹുൽ ഗാന്ധി പാർട്ടി നേതാക്കളെയും ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരെയും അഭിസംബോധന ചെയ്യും. ബജറ്റ് സമ്മേളനം കഴിയുന്ന ഉടൻ പാർട്ടി പ്രചാരണത്തിന് തുടക്കമാകും. അതിനു പിന്നാലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നീക്കം. ഡൽഹിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. BJP BDJS സീറ്റ് വിഭജന ചർച്ച വഴിമുട്ടുന്നു. തൃശൂരും പത്തനംതിട്ടയും ഉൾപ്പെടെ 8 സീറ്റ് എന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നാണ് BDJSന്റെ നിലപാട്. 5 സീറ്റ് നൽകാമെന്ന് BJP നേതൃത്വം സമ്മതിച്ചെങ്കിലും മികച്ച പോരാട്ടം പ്രതീക്ഷിക്കുന്ന തൃശൂരും പത്തനംതിട്ടയും വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. 28-ന് നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ പുതിയ ധാരണയുണ്ടാകുമെന്നാണ് സൂചന. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെങ്കിലും BJP അനുവദിച്ച 5 സീറ്റിന് പുറമെ മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്ന 3 മണ്ഡലങ്ങളിലെങ്കിലും മത്സരിക്കണമെന്നാണ് BDJSന്റെ ആവശ്യം. ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, ചാലക്കുടി, ആലത്തൂർ, വയനാട് എന്നീ മണ്ഡലങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു നീക്കം. ആദ്യവട്ട ചർച്ചകൾ കഴിഞ്ഞതോടെയാണ് 5 സീറ്റ് നൽകാമെന്ന ധാരണയിലേക്ക് BJP എത്തിയത്. പക്ഷേ ആറ്റിങ്ങലും പത്തനംതിട്ടയും തൃശൂരും വിട്ടു നൽകില്ല. BDJS ഉറച്ച നിലപാടെടുത്തതോടെ തൃശൂരോ ചാലക്കുടിയോ നൽകാമെന്നായി ധാരണ. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരരംഗത്തിറങ്ങണമെന്ന നിലപാട് BJP മുന്നോട്ട് വച്ചു. BDJSന് നൽകാമെന്ന ധാരണയായ മണ്ഡലങ്ങൾ ഇവയാണ്: ആലപ്പുഴ, ഇടുക്കി, ആലത്തൂർ, വയനാട്, കോഴിക്കോട്. ജയസാധ്യത ഒട്ടുമില്ലാത്ത ഈ മണ്ഡലങ്ങളിൽ മാത്രം ഒതുങ്ങാൻ BDJS തയ്യാറല്ല. ഈഴവ വോട്ടുകൾ നിർണായകമാകുന്ന ആറ്റിങ്ങൽ മണ്ഡലം വിട്ടുനൽകണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിക്കും. BJP കേന്ദ്ര നേതൃത്വം നടത്തിയ സർവേയിൽ സംസ്ഥാനത്ത് സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളുടെ മുൻനിരയിൽ തൃശൂരുണ്ട്. ഇതാണ് തൃശൂരിന് വേണ്ടിയുള്ള സമ്മർദ്ദത്തിന് കാരണവും. 28-ന് വീണ്ടും നേതൃത്വ ചർച്ച നടക്കും. സീറ്റ് ധാരണയായെങ്കിൽ 30-ന് യോഗം ചേർന്ന് സ്ഥാനാർത്ഥി നിർണയം നടത്താനാണ് BDJS നീക്കം. BJP നേതൃത്വത്തെ വെല്ലുവിളിച്ച് വെള്ളാപ്പള്ളി നടേശൻ കൂടുതൽ പരസ്യ നീക്കങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് തുഷാർ വെള്ളാപ്പള്ളി മത്സരരംഗത്തിറങ്ങണമെന്ന ആവശ്യം BJP ഉന്നയിക്കുന്നത്. പക്ഷേ അത് മികച്ച മത്സരം നടക്കുമെന്ന മണ്ഡലങ്ങൾ ലഭിച്ചാൽ മാത്രമേ തുഷാർ വെള്ളാപ്പള്ളി അതിന് വഴങ്ങുകയുള്ളൂ എന്നാണ് സൂചന. മുന്നണി ബന്ധത്തിന് പഴയത്ര ശക്തിയില്ലാത്തതിനാൽ മികച്ച പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ വിട്ടുകൊടുത്തുള്ള നീക്കത്തിന് BJPയും തയ്യാറായേക്കില്ല. തിരുവനന്തപുരത്തു നിന്നും TG സജിത്, ന്യൂസ് 18. BJPയിലെ ഗ്രൂപ്പ് പോരിന് ചാനൽ ചർച്ചയും കരുവാക്കുന്നതായി വിമർശനം. ചാനൽ ചർച്ചയിൽ പങ്കെടുത്തതിന്റെ പേരിൽ K. സുരേന്ദ്രന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് P. കൃഷ്ണദാസിനെ സസ്പെൻഡ് ചെയ്തു. മുരളീധര പക്ഷത്തെ ശക്തനായ നേതാക്കളിൽ ഒരാളാണ് കൃഷ്ണദാസ്. മാധ്യമങ്ങളെ ബഹിഷ്കരിച്ച് മുന്നോട്ടു പോകുന്നത് ശരിയല്ലെന്ന് നടപടി നേരിട്ട കൃഷ്ണദാസ് ന്യൂസ് 18നോട് പറഞ്ഞു. അഭിഭാഷകൻ എന്നുള്ള നിലക്കാണ് ഞാൻ ആ ചർച്ചയിൽ പോയതും എന്നെ വിളിച്ചതും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അഭിഭാഷകൻ എന്നുള്ള നിലക്ക് തന്നെയാണ്. അതിനെ തുടർന്നാണ് നടപടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുപ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകർക്ക് അതിൽ അഭിപ്രായം പറയുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ എത്ര കാലം കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതൊരു നിരന്തരമായൊരു പ്രോസസ് സമൂഹത്തിൽ നടക്കുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കുടുംബ സംഗമങ്ങൾക്ക് CPM തുടക്കം കുറിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം മണ്ഡലമായ ധർമ്മടത്താണ് കുടുംബസംഗമം തുടങ്ങിയത്. ശബരിമലയിൽ തിരുപ്പതി മാതൃകയിലുള്ള വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ തീരുമാനപ്രകാരമാണ് തിരഞ്ഞെടുപ്പിന് മുൻപുള്ള കുടുംബസംഗമങ്ങൾ. സർക്കാരിന്റെ നേട്ടങ്ങൾ നേതാക്കൾ നേരിട്ട് ജനങ്ങളിലെത്തിക്കുകയാണ് ലക്ഷ്യം. ധർമ്മടം മണ്ഡലത്തിലെ പടുവിലായിലായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുത്ത ആദ്യ കുടുംബസംഗമം. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഭാവി പരിപാടികളും മുഖ്യമന്ത്രി അക്കമിട്ടു നിരത്തി. ശബരിമലയിൽ തീർത്ഥാടകർക്ക് ഒരു പരാതിയും ഇല്ലെന്നും കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി. തീർത്ഥാടകർക്ക് ഒരു പരാതിയുമില്ല, വേറെ ചില പരാതികൾ വേറെയുണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. തീർത്ഥാടകർക്ക് ഒരു പരാതിയുമില്ല. ശബരിമലയുടെ വികസനം വലിയ തോതിൽ ഉറപ്പുവരുത്താനുള്ള നടപടികളിലേക്കാണ് സർക്കാർ കടക്കാൻ പോകുന്നത്. ഇപ്പോൾ തിരുപ്പതി മാതൃകയിൽ വലിയ തോതിലുള്ള വികസനം ശബരിമലയിൽ ഉറപ്പുവരുത്തും. പ്രളയം കാർഷിക മേഖലയെ ബാധിച്ചെന്നും വികസന പദ്ധതികളുടെ പൂർത്തീകരണം വൈകിക്കുന്നതിന് ഇടയാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയപാത വികസനം നടപ്പിലാക്കും. 9,000 ഗ്രാമചന്തകൾ തുടങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വികസന കാര്യങ്ങളിലെ സംശയങ്ങൾ ഉന്നയിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരമുണ്ടായിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ തിരക്ക് പരിഗണിച്ച് ആദ്യ യോഗങ്ങളിൽ ചോദ്യങ്ങൾ ഉണ്ടായില്ല. ആദ്യ ദിനം 9 കുടുംബയോഗങ്ങളാണ് മണ്ഡലത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് 18 കണ്ണൂർ. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ജോസ് കെ മാണി ഒഴിഞ്ഞ കോട്ടയത്ത് ആരെന്ന ചോദ്യം കേരള കോൺഗ്രസ് എമ്മിന് കീറാമുട്ടിയാകുന്നു. പൊതുസമ്മതനെ ഇറക്കാനായിരുന്നു ആദ്യ ആലോചന.
പാർട്ടിയിലെ സീറ്റ് മോഹികൾ കടുത്ത പ്രതിഷേധവുമായി എത്തിയതോടെ ആ നീക്കം ഉപേക്ഷിക്കേണ്ടി വന്നു. ഇടുക്കി മണ്ഡലം കൂടി വേണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചതും ഈ സീറ്റ് മോഹികളെ അനുനയിപ്പിക്കാൻ വേണ്ടിയാണ്. ജോസ് കെ മാണി രാജ്യസഭാ MP ആയതിനു പിന്നാലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ ഉയർന്ന ചോദ്യമാണ് ഇപ്പോഴും ഉത്തരമില്ലാതെ തുടരുന്നത്. പാർട്ടി ഭാരവാഹികളും അല്ലാത്തവരും കോട്ടയം പിടിക്കാൻ സജീവമാണ്. തോമസ് ചാഴിക്കാടൻ, സ്റ്റീഫൻ ജോർജ്, ജോയി എബ്രഹാം, ജോസഫ് എം പുതുശ്ശേരി, യൂത്ത് ഫ്രണ്ട് മുൻ അധ്യക്ഷന്മാരായ പ്രിൻസ് ലൂക്കോസ്, ജോബ് മൈക്കിൾ തുടങ്ങി വലിയ നിര തന്നെ കോട്ടയത്തിനായി കരുക്കൾ നീക്കുന്നുണ്ട്. സുപ്രീം കോടതി റിട്ടയർഡ് ജസ്റ്റിസ് സിറിയസ് ജോസഫിന്റെ അടക്കം പല പേരുകളും നേതൃത്വം പരിഗണിക്കുകയും ചെയ്തു. എന്നാൽ പൊതുസമ്മതൻ എന്ന നിർദ്ദേശം പാർട്ടിക്കുള്ളിൽ കലാപത്തിന് തന്നെ വഴിവെക്കുമെന്ന സ്ഥിതിയായതോടെ ആ നീക്കം ഉപേക്ഷിക്കേണ്ടി വന്നു. നിഷ ജോസ് മത്സരിക്കുമെന്ന പ്രചാരണമുണ്ടായെങ്കിലും പ്രതിഷേധങ്ങൾ കാരണം ജോസ് കെ മാണിക്ക് തന്നെ അത് നിഷേധിക്കേണ്ടി വന്നു. രാജ്യസഭാ സീറ്റിലടക്കം വിട്ടുവീഴ്ച ചെയ്ത ജോസഫ് വിഭാഗവും ലോക്സഭാ സീറ്റിനായി പിടിമുറുക്കിയിട്ടുണ്ട്. ഇതോടെയാണ് ജോസഫ് വിഭാഗത്തിനായി എന്ന പേരിൽ ഇടുക്കി സീറ്റിൽ ജോസ് കെ മാണി അവകാശമുന്നയിച്ചത്. പക്ഷേ ആ വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറല്ല. പ്രാഥമികമായി നടന്ന ചർച്ചകളിൽ ചില അഭിപ്രായങ്ങൾ വന്നു എന്നതല്ലാതെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യവും കീഴ്വഴക്കവും അനുസരിച്ച് സീറ്റ് വിഭജനം നടക്കും. കോട്ടയം സീറ്റിനായുള്ള കടിപിടി പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നതിന് തടയിടാൻ കൂടിയാണ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരളയാത്ര പ്രഖ്യാപിച്ചതെന്നാണ് കേരള കോൺഗ്രസ് നേതാക്കൾ തന്നെ നൽകുന്ന സൂചന. നമ്മുടെ പരിചയസമ്പന്നരായ എത്രയോ നേതാക്കന്മാരുണ്ട്. അപ്പോൾ തീർച്ചയായും അതിനകത്ത് ഉചിതമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും. കോട്ടയം സീറ്റിനായി PJ ജോസഫ് നിലപാട് കടുപ്പിച്ചാൽ അത് KM മാണിക്ക് വെല്ലുവിളിയാകും. രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയ സാഹചര്യത്തിൽ കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ PJ ജോസഫിന് അവകാശമുണ്ടെന്നാണ് അദ്ദേഹത്തിനൊപ്പമുള്ളവരുടെ നിലപാട്. ഏതായാലും പതിവില്ലാത്ത രാഷ്ട്രീയ നീക്കങ്ങളാണ് കേരള കോൺഗ്രസ് എമ്മിൽ ഇത്തവണ നടക്കുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിക്ക് പുറമെ മറ്റൊരു മണ്ഡലത്തിൽ കൂടി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിച്ചേക്കും. അമേഠിയിൽ BJP ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നതിനാൽ മധ്യപ്രദേശിലെ ചിന്ദ്വാഡയും മഹാരാഷ്ട്രയിലെ നന്ദേദുമാണ് പരിഗണനയിൽ. ഉത്തർപ്രദേശിൽ ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലങ്ങളായ അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസിന് BJP ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. 2004 മുതൽ അമേഠി MP-യായ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ പ്രചാരണവുമായി സ്മൃതി ഇറാനി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. മുൻ തെരഞ്ഞെടുപ്പിൽ രാഹുൽ 47% വോട്ട് നേടിയപ്പോൾ 34% വോട്ടുകളോടെ സ്മൃതി രണ്ടാമതെത്തിയിരുന്നു. രാഹുലിന് ലഭിച്ചത് 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം. 25% വോട്ട് രാഹുലിന് കുറഞ്ഞപ്പോൾ BJPക്ക് 28% വർധനവുണ്ടായി. അമേഠി ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4ലും വിജയം BJPക്കായിരുന്നു. തുടർച്ചയായി പ്രകടനം മങ്ങുന്ന സാഹചര്യത്തിലാണ് അമേഠിക്ക് പുറമെ മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കാനുള്ള രാഹുലിന്റെ നീക്കം. മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെ മണ്ഡലമായ ചിന്ദ്വാഡ, മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചമ്പലം നന്ദേദ് എന്നിവയാണ് പരിഗണനയിൽ. രണ്ടും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങൾ. ഒന്നിലധികം മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് പരാജയ ഭീതി കൊണ്ടാണെന്ന പ്രചാരണത്തിന് സാധ്യതയുള്ളതിനാൽ ആലോചനകൾ തുടരുകയാണ്. ന്യൂസ് 18, ഡൽഹി. ബംഗാളിൽ മമതാ ബാനർജിയുടെ ഭരണത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടർക്കഥയാണെന്ന് BJP അധ്യക്ഷൻ അമിത്ഷാ. മമതയേക്കാൾ ഭേദം കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു. ബംഗാളിൽ തൊഴിലില്ലായ്മ രൂക്ഷമായി. പ്രധാനമന്ത്രി മോഹികളുടെ കൂട്ടമാണ് മഹാസഖ്യമെന്നും അമിത്ഷാ പരിഹസിച്ചു. ബംഗാളിൽ BJP റാലിയിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. ये महान बंगाल की जनता ने कम्युनिस्टों को निकालने के लिए परिवर्तन किया और तृणमूल को लाया, मगर तृणमूल ने एक तो शासन इस प्रकार से चलाया, आज बंगाल की जनता कहती है इनसे तो कम्युनिस्ट अच्छे थे. इस प्रकार से तृणमूल कांग्रेस ने शासन चलाया. ശബരിമല പുനഃപരിശോധനാ ഹർജികൾ എപ്പോൾ പരിഗണിക്കുമെന്ന് വ്യക്തമാക്കാതെ സുപ്രീംകോടതി. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ സൌകര്യം നോക്കി കേസ് പരിഗണിക്കുന്ന തീയതി നിശ്ചയിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ജനുവരി 30 വരെ അവധിയിലാണെന്നും ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. ഇന്ദു മൽഹോത്രയുടെ സൌകര്യം അറിയാതെ തീയതി നൽകാനാകില്ല. ഫെബ്രുവരി 8 തീയതി ശബരിമല റിട്ട് ഹർജികൾ പരിഗണിക്കുമോ എന്നും കോടതി വ്യക്തമാക്കിയില്ല. സുപ്രീംകോടതി വെബ്സൈറ്റിൽ റിട്ട് ഹർജികൾ പരിഗണിക്കുന്ന താൽക്കാലിക തീയതി 8 തീയതി കാണിച്ചതിനാൽ അഭിഭാഷകൻ മാത്യു നെടുമ്പാറയാണ് ചീഫ് ജസ്റ്റിസിനോട് വ്യക്തത തേടിയത്. മനുഷ്യക്കടത്തിലെ തെളിവുകൾ തേടി. മുനമ്പത്ത് നിന്ന് ന്യൂസിലാൻഡിലേക്ക് കടന്നവരിൽ മലയാളികളില്ലെന്ന് പോലീസ്. ശ്രീലങ്കൻ തമിഴ് വംശജരാണ് ഇന്ത്യൻ തീരം വിട്ടതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. അതേസമയം ഇടനിലക്കാരിൽ മലയാളികൾ ഉണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന.
12-ാം തീയതി പുലർച്ചെ മുനമ്പത്ത് നിന്ന് 230 പേർ ന്യൂസിലാൻഡിലേക്ക് കടന്നെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ചെന്നൈയിലും ഡൽഹിയിലുമായി ഒരാഴ്ച നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചത്. ഇങ്ങനെ കടന്നവരിൽ മലയാളികളില്ലെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. മികച്ച ജീവിത സാഹചര്യങ്ങൾ തേടി മുനമ്പത്ത് നിന്ന് പോയവരെല്ലാം ശ്രീലങ്കൻ തമിഴ് വംശജരാണ്. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലും ഡൽഹി അംബേദ്കർ കോളനിയിലുമുള്ളവരാണ് സംഘത്തിൽ കൂടുതൽ. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരുടെ തലമുറയിൽപ്പെട്ടവരാണ് ഇവർ. ഇവരെ കടത്തിയ ഇടനിലക്കാരായ ശ്രീകാന്തനും രവീന്ദ്രനും വർഷങ്ങളായി ശ്രീലങ്കൻ അഭയാർത്ഥികളെ വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തുന്നവരാണെന്നും പോലീസ് അറിയിച്ചു. ഡൽഹിയിൽ അറസ്റ്റിലായ പ്രഭു ഇത് സംബന്ധിച്ച മൊഴി നൽകിയിട്ടുണ്ട്. മനുഷ്യക്കടത്ത് വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ഒളിവിൽ പോയ രവീന്ദ്രയുടെ തിരുവള്ളൂരിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് തെരച്ചിൽ നടത്തി. ശ്രീകാന്തിനെയും രവീന്ദ്രയെയും ചില പ്രദേശവാസികൾ സഹായിച്ചിട്ടുണ്ടെന്നും ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അന്വേഷണ സംഘം സൂചന നൽകി. സംഘം രാജ്യാന്തര അതിർത്തി കടന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ ബോട്ട് കണ്ടെത്താനുള്ള ശ്രമങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള 3 പേരുടെയും ചോദ്യം ചെയ്യൽ തുടരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചോദ്യം ചെയ്യലിന് ശേഷമേ ഇവരുടെ അറസ്റ്റിൽ തീരുമാനമുണ്ടാകൂ. അതേസമയം മനുഷ്യക്കടത്തിന് പിന്നിലെ മുഖ്യകണ്ണികളായ ശ്രീകാന്തും സെൽവനും മുനമ്പത്ത് ബോട്ട് വാങ്ങാനെത്തിയതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. മുനമ്പം മനുഷ്യക്കടത്തിൽ ഇന്നലെ ഡൽഹിയിൽ നിന്നും പിടിയിലായ രവിയെ IG അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. മോഷണം ഉൾപ്പെടെ 21 കേസുകളിൽ പ്രതിയായ രവിക്ക് മനുഷ്യക്കടത്തിന് പിന്നിലെ പ്രധാന കണ്ണികളായ ശ്രീകാന്ത് ഉൾപ്പെടെയുള്ളവരുമായുള്ള ബന്ധമാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഒപ്പം ബോട്ടിൽ ന്യൂസിലൻഡിലേക്ക് കടന്ന സംഘത്തിലുള്ളവരെക്കുറിച്ചും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഡൽഹി അംബേദ്കർ കോളനി നിവാസിയായ രവി സനൂപ് രാജയെ ആലുവ വെസ്റ്റ് SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തത്. രവിയെ കൂടാതെ കസ്റ്റഡിയിലുള്ള ബോട്ടുടമ അനിൽകുമാറിനെയും ഡൽഹി സ്വദേശി പ്രഭുവിനെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്നലെ രഹസ്യാന്വേഷണ വിഭാഗം ഇവരെ ചോദ്യം ചെയ്യുകയും ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘവുമായി ചർച്ച നടത്തുകയും ചെയ്തു. അതേസമയം കേസിൽ പ്രധാന കണ്ണിയായ ശ്രീകാന്തും സെൽവനും മുനമ്പത്ത് ബോട്ട് വാങ്ങാനെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. മുനമ്പത്ത് നിന്നും ന്യൂസിലൻഡിലേക്ക് കടന്നവരിൽ ശ്രീലങ്കൻ സ്വദേശികളുള്ളതിനാൽ ശ്രീലങ്കൻ ഏജൻസിയുടെ സഹായവും അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മുനമ്പം മനുഷ്യക്കടത്ത് സംഭവത്തിൽ പ്രതികരണവുമായി ന്യൂസിലാൻഡ് സർക്കാർ. ബോട്ടിലുള്ളവർ കടലിൽ മുങ്ങിപ്പോയേക്കാൻ സാധ്യതയുണ്ടെന്ന് ന്യൂസിലാൻഡ് ഇമിഗ്രേഷൻ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കടൽ വഴിയുള്ള അനധികൃത മനുഷ്യക്കടത്തിനെതിരെ തീരങ്ങളിൽ അതീവ ജാഗ്രത തുടരുമെന്നും ഇമിഗ്രേഷൻ വകുപ്പ് മാനേജർ സ്റ്റീഫൻ വോഗൻ പറഞ്ഞു. മനുഷ്യക്കടത്ത് തടയാൻ തീരങ്ങളിൽ അതീവ ജാഗ്രത തുടരും. കടൽ വഴിയുള്ള അനധികൃത കുടിയേറ്റം ജീവൻ നഷ്ടമാകുമെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ന്യൂസിലാൻഡിലേക്കുള്ള മനുഷ്യക്കടത്ത് ശ്രമങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണെന്നും സ്റ്റീഫൻ വോഗൻ പറഞ്ഞു. KSRTCയിൽ നിന്ന് പിരിച്ചുവിട്ട എംപാനൽ കണ്ടക്ടർമാർ നൽകിയ ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. എംപാനലുകാർക്ക് നഷ്ടപരിഹാരം ആവശ്യമെങ്കിൽ ട്രൈബ്യൂണലെ സമീപിക്കേണ്ടി വരുമെന്ന് വാദത്തിനിടയിൽ ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. എംപാനലുകാരെ കൊണ്ട് 480 രൂപയ്ക്ക് ജോലി ചെയ്യിപ്പിക്കുന്നത് നിർബന്ധിത തൊഴിലെടുപ്പിക്കലാണെന്നും കോടതി വ്യക്തമാക്കി. ഇത് സുപ്രീംകോടതി വിധികൾക്കെതിരാണ്. എംപാനലുകാരെ മാറ്റി നിർത്തിയിട്ടും KSRTC സുഗമമായ സർവീസ് നടത്തുന്നില്ല എന്നും കോടതി ചോദിച്ചു. ഭാവിയിൽ ഉണ്ടാകുന്ന ഒഴിവുകൾ PSC അറിയിക്കുമെന്ന് KSRTC ഹൈക്കോടതിക്ക് ഉറപ്പ് നൽകി. സംസ്ഥാനത്ത് ആരംഭിക്കുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ എല്ലാ നിയമനങ്ങളിലും സംവരണം ഉണ്ടാകുമെന്ന് നിയമമന്ത്രി AK ബാലൻ. തസ്തിക മാറ്റ നിയമനങ്ങൾക്ക് സംവരണം ബാധകമാക്കാത്തതിനെ മുസ്ലിം സംഘടനകൾ എതിർത്തിരുന്നു. നേരിട്ടുള്ള നിയമനങ്ങൾക്കൊപ്പം തസ്തിക മാറ്റ നിയമങ്ങൾക്കും സംവരണം ബാധകമാക്കാനാണ് പുതിയ തീരുമാനം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നേരിട്ടുള്ള പ്രവേശനത്തിന് മാത്രമായിരുന്നു 50% സംവരണം. ഇതിനെതിരെ മുസ്ലിം ലീഗും മറ്റു പിന്നാക്ക സാമുദായിക സംഘടനകളും സർക്കാരിനെ സമീപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KS സംവരണം പ്രചരണ വിഷയമാക്കാനും ലീഗ് തീരുമാനിച്ചു. ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ പിന്നോട്ട് പോക്ക്. എല്ലാ സ്ട്രീമുകളിലും സംവരണം ഉറപ്പാക്കുമെന്ന് മന്ത്രി AK ബാലൻ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത് ഭരണരംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നവീകരണത്തിന്റെ ഒരു പുതിയ സംവിധാനമാണ്. ആ പുതിയ സംവിധാനം വരുമ്പോൾ എല്ലാ സ്ട്രീമിലും സംവരണം ഉറപ്പുവരുത്തണം. സർക്കാരിന്റെ പുതിയ തീരുമാനപ്രകാരം സംവരണ ആനുകൂല്യം നേടി സർവീസിൽ കയറുന്നയാൾ KSലേക്ക് മാറുമ്പോൾ വീണ്ടും സംവരണം ലഭിക്കും. ഈ ഇരട്ട സംവരണം നിയമക്കുരുക്കിലേക്ക് നീങ്ങുമെന്നും വിലയിരുത്തലുണ്ട്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പിന്നാക്ക വിഭാഗങ്ങളെ കൂടി പിണക്കാതിരിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. സാമ്പത്തിക സംവരണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അതേപടി സംസ്ഥാനം നടപ്പാക്കില്ല. സംവരണാനുകൂല്യം ലഭിക്കുന്നവരുടെ വരുമാന പരിധി കുറയ്ക്കാനാണ് നീക്കം. ഇൻകം ഏതുവരെ പോകാം ഇക്കാര്യത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി LDF തീരുമാനിച്ച് തന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം.
കേരളത്തിലെ കീഴ്ക്കോടതികളിലെ സംവരണ സീറ്റുകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ കിട്ടുന്നില്ല എന്ന വാദം അവിശ്വസനീയമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. മുനിസിപ്പൽ മജിസ്ട്രേറ്റ് പരീക്ഷയ്ക്ക് ശേഷം 9 സംവരണ ഒഴിവുകളിലേക്ക് യോഗ്യരായവർ ഇല്ലാത്തതിനാൽ നികത്താൻ സാധിച്ചില്ല എന്ന് ഹൈക്കോടതി അറിയിച്ചപ്പോഴാണ് പരാമർശം. 100% സാക്ഷരത ഉള്ള കേരളത്തിലാണോ ഇത് സംഭവിച്ചതെന്നും ഹൈക്കോടതി പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. ഒഴിവുകൾ എത്രയും വേഗം നികത്താനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ശബരിമല നട വരുമാനം കുറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്ന് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു. ശബരിമലയിൽ കാണിക്ക ഇടരുതെന്ന് പറഞ്ഞവർ തന്നെ ഇപ്പോൾ പണം ചോദിച്ച് പിരിവിനിറങ്ങിയിരിക്കുകയാണെന്നും പത്മകുമാർ പരിഹസിച്ചു. ഈ ബഡ്ജറ്റ് വരുമ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്, നല്ല നിലയ്ക്കുള്ള സഹായം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഈ ക്ഷേത്രങ്ങൾക്കോ ജീവനക്കാർക്കോ പെൻഷൻകാർക്കോ ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല എന്നുള്ളതിന്റെ ഗ്യാരണ്ടി കേരളത്തിലെ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ഇതിനെ സംരക്ഷിക്കും, സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ശബരിമല തൊട്ടുള്ള കളി അതാര് നടത്തിയാലും അതെങ്ങനെ വരുമെന്നുള്ളതിനെപ്പറ്റി എനിക്ക് നല്ല വിശ്വാസമാണ്. കാരണം ഇപ്പോൾ കാണിക്ക അയ്യപ്പൻ ഇടരുതെന്ന് പറഞ്ഞവർ തന്നെ പൈസ ചോദിച്ച് നടപ്പ് തുടങ്ങിയല്ലോ, തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്വപ്നം കാണാനും ശ്വാസം വലിക്കാനും ഇതുവരെ ടാക്സ് ഏർപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ട് എത്ര വേണമെങ്കിൽ ശ്വാസം വലിക്കാം, എത്ര വേണമെങ്കിൽ സ്വപ്നം കാണാം. അപ്പോൾ അതുകൊണ്ട് സ്വപ്നം കാണുന്നവരൊക്കെ കണ്ടോട്ടെ, നമുക്ക് യാതൊരു വിരോധവും ഇല്ല. ഞാനിങ്ങനെ പതുക്കെ നവംബർ 14 വരെ പോകും. കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീക്കെതിരെ വീണ്ടും പ്രതികാര നടപടിയുമായി ജലന്ധർ രൂപത. സിസ്റ്റർ നീന റോസിനെതിരെയാണ് നടപടി. ഈ മാസം 26-ന് നേരിട്ട് ജലന്ധറിലെത്തി വിശദീകരണം നൽകണമെന്നാണ് ആവശ്യം. സഭാചട്ടങ്ങൾക്കും നടപടികൾക്കും വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് മഠത്തിൽ നടത്തുന്നതെന്നും കത്തിൽ പറയുന്നു. വിശദീകരണം നൽകിയില്ലെങ്കിൽ കടുത്ത അച്ചടക്ക നടപടികൾ എടുക്കുമെന്ന് മിഷണറീസ് ഓഫ് ജീസസ് മുന്നറിയിപ്പ് നൽകുന്നു.